നിങ്ങൾ പിന്തുടരുന്ന നയം തുടരാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളെ ജനങ്ങൾ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് അതിനല്ല. ആ നയങ്ങൾക്ക് മാറ്റമുണ്ടാകണം, ആ സമീപനങ്ങൾക്ക് മാറ്റമുണ്ടാകണം. നമസ്കാരം. കഴിഞ്ഞ 10 വർഷം ഇവിടെ ഭരിച്ചിരുന്ന LDF സർക്കാർ എത്രത്തോളം ബാധ്യത അല്ലെങ്കിൽ ഇനി നമ്മുടെ കേരളത്തിന്റെ ഭാവി എന്താണ്, എങ്ങനെയാക്കി വെച്ചിട്ടാണ് പോയത് എന്നതിനെ തുറന്നിടുന്ന ഒരു ധവളപത്രം ഇന്ന് സഭയുടെ മേശപ്പുറത്ത് വരികയുണ്ടായി. ആ ധവളപത്രവുമായി ബന്ധപ്പെട്ട് വലിയ വാഗ്വാദങ്ങൾ നടന്നു. പഴയ ധനമന്ത്രി, പഴയ മുഖ്യമന്ത്രി ഒക്കെ അവരുടേതായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തി. കാരണം കഴിഞ്ഞ കാലത്തെ കണക്കുകൾ പുനഃപരിശോധിക്കപ്പെട്ടാൽ പലരുടെയും തല ഉരുളും. മാത്രമല്ല, ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം ജനം അറിയും. ഇതുവരെ ജനങ്ങളെ മറച്ചു വെച്ചേക്കായിരുന്നു. സാധാരണ ഒരു ധവളപത്രം എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ട് നമുക്കറിയാമല്ലോ, നിയമസഭയിൽ പാർട്ടിപരമായിട്ട് കിടന്ന് അടിക്കുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ അടിക്കുന്നത് ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. അവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ നാടിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും അവതരിപ്പിക്കുകയോ അതിന്റെ പേരിൽ അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന രീതിയിൽ തല്ലുകൂടെ എന്നാലും കാണാനും കേൾക്കാൻ രസമുണ്ട്. പക്ഷെ അവിടെ സത്യത്തിൽ മിക്കപ്പോഴും കൂടുന്നത് അവിടെ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും അയാളെന്നെ പിച്ച് ഇയാളെന്നെ നുള്ളി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഏതായാലും അതിന്റെയൊക്കെ ഇടയിലാണ് ഒരു ധവളപത്രം ഇന്ന് സഭയുടെ മേശപ്പുറത്ത് വരുന്നത്. ആ ധവളപത്രം മേശപ്പുറത്ത് വെച്ചോടെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും അതുപോലെ ബഹളവും ഒക്കെ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഉണ്ടായി. KN ബാലഗോപാലാണെങ്കിൽ വെല്ലുവിളിച്ചുകൊണ്ട് മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ സഭയിലെ എല്ലാ കീഴ്വഴക്കങ്ങളും കാറ്റിപ്പുറത്തിയിട്ടാണ് ഈ ധവളപത്രം അവതരിപ്പിച്ചെന്ന് ആരോപിച്ചിട്ട് ഉച്ചത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതും കണ്ടു. ഇതൊരു സാമ്പത്തിക രേഖയല്ല, മറിച്ച് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ രേഖ മാത്രമാണ് എന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നതും കേട്ടു. ഔദ്യോഗിക വിവരങ്ങൾ ചോർന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് സാധാരണഗതിയിൽ ധനകാര്യ വകുപ്പാണ് ഇത്തരത്തില് ധവളപത്രങ്ങൾ തയ്യാറാക്കേണ്ടത്. എന്നാൽ ഇക്കുറി അതൊക്കെ മാറി ധനകാര്യ വകുപ്പിനെ നോക്കുകുത്തിയാക്കിയിട്ട് പുറത്തുനിന്നുള്ള ഒരു ഏജൻസിയെ ഏൽപ്പിച്ചു. അതുവഴി സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഔദ്യോഗിക രേഖകളും കണക്കുകളും ഒക്കെ പുറത്തേക്ക് പോയി എന്നാണ് ബാലഗോപാൽ കുറ്റപ്പെടുത്തിയത്. ഇവിടെ പൊതുജനങ്ങൾക്കുള്ള ന്യായമായ സംശയം, പൊതുജനങ്ങളാണ് സർക്കാർ. ആ സർക്കാരിന്റെ കണക്കുകളും രേഖകളും പൊതുജനങ്ങൾ അറിഞ്ഞാൽ എന്താണ് കുഴപ്പം? അതാണ് ചോദ്യം. പൊതുജനങ്ങൾ അറിയണ്ടേ? അവരെ അറിയിക്കാതെ കൈകാര്യം ചെയ്യുന്നതല്ലേ പ്രശ്നം. ഇവിടെ VD സതീശൻ ചെയ്തത് അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അത് അവതരിപ്പിക്കുമ്പോൾ ജനം അറിയും. അപ്പൊ ജനം അറിയുമ്പോൾ കഴിഞ്ഞ 10 വർഷം ഇവിടെ എന്തെടുക്കുകയായിരുന്നു എന്ന് അവർ മനസ്സിലാക്കും. അതറിയരുത്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു കളിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏതായാലും മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയൻ കടുത്ത ഭാഷയിലാണ് ഈ നടപടിയെ ചോദ്യം ചെയ്തത്. മുൻ സർക്കാരുകൾ നടപ്പിലാക്കിയിട്ടുള്ള, അതിപ്പോ പിണറായി സർക്കാർ മാത്രമല്ല, ഇതിനു മുമ്പുള്ള കോൺഗ്രസ് സർക്കാരും ഒക്കെ അവർക്ക് നടപ്പിലാക്കിയിട്ടുള്ള നയങ്ങളും അവർ പിന്തുടർന്ന് വന്നിട്ടുള്ള കീഴ്വഴക്കങ്ങളും ഒക്കെ സർക്കാർ ലംഘിച്ചു, പുതിയ സർക്കാർ ലംഘിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. വലിയ വായിൽ അദ്ദേഹം വാദിച്ചത്. എന്നാൽ ഇപ്പുറത്ത് ഭരണപക്ഷത്ത് നിന്നിട്ട് VD സതീശൻ വളരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുത്തു. കാര്യം ഈ ധവളപത്രം തയ്യാറാക്കിയത് പുറത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു ഏജൻസി അല്ല, മറിച്ച് രാജ്യത്തെ പ്രമുഖരായിട്ടുള്ള വിദഗ്ധരടങ്ങുന്ന സമിതിയാണ്. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ടുള്ള KM ചന്ദ്രശേഖരൻ, പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ നാരായണൻ, പിന്നെ DCSന്റെ മുൻ ചെയർമാൻ വീരമണി തുടങ്ങിയ ഉന്നതർ ചേർന്നിട്ടാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തെക്കുറിച്ചുള്ള ഈ സ്റ്റാറ്റസ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നാണ് ഭരണപക്ഷം വ്യക്തമാക്കിയത്. അത് പക്ഷേ പിണറായിയോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അംഗീകരിക്കണമെന്നില്ല. കാരണം അവർ സർക്കാർ അധികാരം കിട്ടുന്നവർ അവർക്കിടയിൽ തന്നെ കണക്കുകൾ ഒതുങ്ങി നിൽക്കണം എന്നുള്ളൊരു പക്ഷക്കാരാണ്. സത്യത്തിൽ ഇവിടെ കാര്യങ്ങൾ നടക്കേണ്ടത് വിദഗ്ധർ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ആ വിദഗ്ധർക്ക് രാഷ്ട്രീയത്തിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലുള്ള കഴിവും പ്രാപ്തിയുള്ള ആരെങ്കിലും ഉദ്യോഗസ്ഥ തലങ്ങളിലോ മറ്റു തലങ്ങളിലോ ഈ സർക്കാരിനെ സഹായിക്കാൻ അല്ലെങ്കിൽ ഉപദേശിക്കാൻ ഗുണകരമായ കാര്യങ്ങൾ പറയാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്ന സർക്കാരായിരിക്കും ഇത് എന്നാണ് ഇന്നത്തെ നിയമസഭയിലെ മുഖ്യമന്ത്രി VD സതീശന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വലിയ തർക്കങ്ങൾക്ക് ശേഷം ഒരു വിശദീകരണം നൽകേണ്ടായി. മുമ്പ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള പല ധവളപത്രങ്ങളും ശുദ്ധമായ രാഷ്ട്രീയ രേഖകളാണ്, അത് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്സ് മാത്രമായിരുന്നു. എന്നാൽ ഇത് സംസ്ഥാനത്തിന്റെ ഭാവി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രയോജനപ്രദമായ ഒരു അടിസ്ഥാന രേഖയാണ്, ഒരു ബേസിക് ഡോക്യുമെന്റ് ആണ് എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത്. പ്രതിപക്ഷം പറയുന്നത് പോലെ മുൻ സർക്കാരുകളുടെ അതേ നയങ്ങളും അതേ രീതികളും പിന്തുടരാനല്ല ജനങ്ങൾ പുതിയ സർക്കാരിനെ തെരഞ്ഞെടുത്തത് എന്ന് VD സതീശൻ പറയണ്ടേ? അത് 100% ശരിയാണ്. അവരുടെ നയങ്ങളും അവരുടെ പാതകളും പിന്തുടരാൻ തന്നെയാണെങ്കിൽ അവരെ അങ്ങ് ഭരണം ഏൽപ്പിച്ച പോരെ, എന്തിനാ പിന്നെ ഇവിടെ ഭരണം മാറ്റേണ്ട ആവശ്യം? അതുപോലും ഈ ചിന്തിക്കുന്നില്ല പ്രതിപക്ഷ നേതാവ്, നമ്മളെ 10 കൊല്ലം കേരളം നയിച്ച ആള് എന്നാണ് ഖേദകരമായിട്ടുള്ള നമ്മുടെ ചിന്ത. പഴയ നയങ്ങൾക്കും സമീപനങ്ങൾക്കും മാറ്റം ഉണ്ടാകണം എന്ന ജനങ്ങളുടെ ആഗ്രഹം, അതാണ് എപ്പോഴും ഒരു പുതിയ സർക്കാരിലേക്ക് വരുന്നത്. അതുകൊണ്ട് ആ മാറ്റം ഉണ്ടാവും.
അതിൽ ഇനിയിപ്പോൾ ആരും ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല. കെട്ടിപ്പൊക്കിയ മിഥ്യകളെല്ലാം പൊളിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക ചിത്രം ജനങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ് തങ്ങൾ ചെയ്യുന്നത് എന്ന ഉറച്ച നിലപാടിലാണ് സർക്കാർ ഈ ധവളപത്രം സഭയിൽ സമർപ്പിച്ചത്. ഒരു സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രതിനിധിയാണ്. ജനങ്ങളെ പ്രതിനിധീകരിച്ച് ഈ സംസ്ഥാനത്തെ നയിക്കാൻ എങ്ങനെ കൊണ്ടുപോകണമെന്ന് ജനങ്ങൾ പറയും, ജനങ്ങളുടെ ആവശ്യങ്ങൾ പറയും. അതനുസരിച്ച് പെരുമാറാൻ കഴിവും പ്രാപ്തിയുള്ളവരെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നു. അവരുടെ എന്ത് രേഖയാണ് ജനങ്ങളിൽ നിന്ന് മറയ്ക്കുന്നത്? ജനങ്ങളിൽ നിന്ന് അവർ മറയ്ക്കുന്നു എന്നൊരു സാഹചര്യം വന്നപ്പോഴാണല്ലോ വിവരാവകാശം പോലെയുള്ള വിവരാവകാശ നിയമം 2005 പോലുള്ള നിയമങ്ങൾ ഇവിടെ വന്നത്. എന്ത് വിവരങ്ങൾ എന്തും ചോദിച്ചു മനസ്സിലാക്കാനുള്ള ഒരു അവകാശം. ഇനി അല്ലെങ്കിൽ ആരുടെയെങ്കിലും മരണമോ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അതൊക്കെ ആണെങ്കിൽ ഓക്കെ, അത് പബ്ലിക്കിന് ഇട്ടുകൊടുക്കാനുള്ളതല്ല, ഭരണകർത്താക്കൾക്ക് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മറ്റുള്ളവർക്ക് മാത്രം അറിയേണ്ടതാണെന്ന് പറയാം. പക്ഷെ ഇത് അതല്ലല്ലോ. സംസ്ഥാനത്തിന്റെ പൊതുകടം, ഞാനും നിങ്ങളും അടങ്ങുന്ന മുഴുവൻ ആൾക്കാരും ഇതിന്റെ കടത്തിന്റെ ബാധ്യത ഉള്ളവരല്ലേ. അതുകൊണ്ട് ആ കടബാധ്യത എങ്ങനെ, പണം ചെലവഴിച്ചത് എങ്ങനെ, ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എങ്ങനെ, ഇതൊക്കെ അറിയുന്നതിൽ എന്താ കുഴപ്പം? വി.ഡി. സതീശൻ വളരെ വ്യക്തമായി ആ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിന് മറുപടി പിണറായി വിജയൻ, നമ്മുടെ പഴയ മുഖ്യമന്ത്രി, സംസാരിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ നമുക്കൊന്ന് കേൾക്കാം. സാർ, കാര്യവിവര പട്ടികയിലെ ഇനം 2 പ്രകാരമുള്ള സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. സാർ, ഇനി അങ്ങേക്കുള്ള ഒബ്ജക്ഷൻ പറഞ്ഞോളൂ. ഒന്നാമത്തെ കാര്യം, നിയമസഭ നടപടിക്രമങ്ങളുടെ ഒരു ലിസ്റ്റ് നിയമസഭ പബ്ലിഷ് ചെയ്തതിന് ശേഷം ആ നടപടിക്രമങ്ങൾ അനുസരിച്ച് മേശപ്പുറത്ത് വയ്ക്കുന്ന ഒരു കടലാസ് എന്ന ഐറ്റത്തിലാണ് ഞാൻ ഈ ധവളപത്രം മേശപ്പുറത്ത് വെച്ചത്. അത് വെക്കുക എന്നത് സ്പീക്കറുടെ അനുവാദത്തോടു കൂടി ചെയ്യുന്നൊരു കാര്യമാണ്. അത് വെച്ചതിന് ശേഷമാണ് അതിനുശേഷമുള്ള എന്തെങ്കിലും ഒബ്ജക്ഷൻ 303 എന്തെങ്കിലും അവതരിപ്പിക്കുന്നത്. അല്ലാതെ വെക്കുന്നതിന് മുമ്പല്ല. അത് നിയമസഭാ നടപടിക്രമങ്ങൾ അങ്ങ് 5 വർഷം അങ്ങേക്ക് അറിയാമെന്ന് പറഞ്ഞു. എനിക്ക് 25 വർഷം അറിയാവുന്ന ആളാണ്. ഇതാണ് നടപടിക്രമം. അങ്ങ് പരിശോധിച്ചാൽ മതി. ഇതിനു മുമ്പ് ഏത് കാര്യത്തിൽ ലീഗൽ ഒബ്ജക്ഷൻ, ഒരു ബില്ല് പോലും പൈലറ്റ് ചെയ്തിട്ടാണ് ലീഗൽ ഒബ്ജക്ഷൻ. ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാൽ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളെയും വളരെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒരു ഡോക്യുമെന്റും പുറത്തേക്ക് പോയിട്ടില്ല. ധനകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്യാബിനറ്റിന്റെ അനുമതിയോടുകൂടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ക്യാബിനറ്റിന്റെ അപ്രൂവൽ ഈ വൈറ്റ് പേപ്പറിനുണ്ട്. മുഴുവൻ നടപടിക്രമങ്ങൾ പബ്ലിക് ഡൊമൈനിലുള്ള ഡോക്യുമെന്റാണ് ഇതെല്ലാം. ഈ ഡോക്യുമെന്റ് ഇവിടെ ഇന്ന് വെച്ചിരിക്കുന്നത് കേരളാസ് ഫിസ്ക്കൽ ഹെൽത്ത് എന്നാണ്. കേരളത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു സ്റ്റേറ്റസ് റിപ്പോർട്ടാണ് ഗവൺമെന്റ് സഭയിൽ വെച്ചിരിക്കുന്നത്. കാരണം കേരളത്തിലെ ജനങ്ങൾ അറിയണം കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ ചിത്രം എന്താണ് എന്ന്. കേരളത്തിലെ ജനങ്ങൾ, സാധാരണക്കാരായ ആളുകൾ, MLA-മാർ, മന്ത്രിമാർ, ജനപ്രതിനിധികൾ, ഇത് തയ്യാറാക്കുന്ന ആളുകൾ എല്ലാവരും അറിയണം. ബ്യൂറോക്രസി എല്ലാവരും അറിയണം ഇതെന്താണ് കേരളത്തിന്റെ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥ. ഇതെല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള വിവരങ്ങൾ മാത്രമാണ്. ഇത് നമുക്കറിയാം. ഇപ്പോൾ CDS-ൽ പരിശോധിച്ചാൽ CDS-ന്റെ ചെയർമാൻ ഇതിൻ്റെ അകത്ത് കമ്മിറ്റി അംഗമാണ്. CDS-ൽ എല്ലാ ഡോക്യുമെന്റും ഉണ്ട്. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരുടെ സഹകരണം ഞങ്ങൾ തേടിയിട്ടുണ്ട്. അവരുടെ എല്ലാ ഡോക്യുമെന്റും ഉണ്ട്. മാത്രമല്ല എല്ലാ വർഷവും ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളാണ് ഈ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. എല്ലാ വർഷത്തെയും ബജറ്റിന്റെ ഡോക്യുമെന്റിൽ, പ്ലാൻ ഡോക്യുമെന്റ്, ഇതൊന്നും ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു ഡോക്യുമെന്റും ഇതിനകത്തില്ല. എല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള മുഴുവൻ ഡോക്യുമെന്റുകളും കൃത്യമായി അനലൈസ് ചെയ്തിരിക്കുകയാണ്. അതിന് ഏറ്റവും വിദഗ്ധരായ 3 പേരുടെ സഹായം ഞങ്ങൾ തേടി. ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന, ഡൽഹിയിൽ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന, സംസ്ഥാനത്തെ പ്ലാനിംഗ് ബോർഡിന്റെ ഉപാധ്യക്ഷനായിരുന്ന ശ്രീ K.M. ചന്ദ്രശേഖർ, ഏറ്റവും പരിണതപ്രജ്ഞനായ ഒരു മുൻ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധൻ, ഡോക്ടർ ഡി നാരായണൻ എന്ന് പറയുന്ന എക്കണോമിസ്റ്റ്, CDS-ന്റെ ചെയർമാനായ ഡോക്ടർ വീരമണി, മാത്രമല്ല മുഴുവൻ സ്ഥലങ്ങളിൽ നിന്നും സാമ്പത്തിക കാര്യ വിദഗ്ധരുൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെ പല നോട്ടുകളും പരിശോധിച്ച് ധനകാര്യ വകുപ്പാണ് അതിന്റെ നേതൃത്വത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം എന്ന് നമ്മളങ്ങ് വിചാരിക്കരുത്. നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് വിദഗ്ധരായ ആളുകളുടെ, ഓരോ രംഗത്തെയും വിദഗ്ധരായ ആളുകളുടെ സേവനം ഉറപ്പാക്കി അവരുടെ ഉപദേശം തേടി ാണ് ഓരോ കാര്യങ്ങളും ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്.
എല്ലാ കാര്യങ്ങളിലും നമുക്ക് എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പൂർണ്ണമായി അറിവുള്ള ആളുകളല്ല. ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ നടക്കുകയാണ്, ഒരുപാട് സംഭവവികാസങ്ങൾ ഉണ്ടാകുകയാണ്. അതെല്ലാം അറിയാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ചുള്ള ഒരു പുതുയുഗ കേരളം കെട്ടിപ്പടുക്കാനുമാണ് ഈ ഗവൺമെന്റ് നിൽക്കുന്നത്. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു, ഇവിടെ പലപ്പോഴും വെച്ചിട്ടുള്ള പല വൈറ്റ് പേപ്പറുകളും പൊളിറ്റിക്കൽ ഡോക്യുമെന്റാണ്. ഇത് ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്. ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യം സംബന്ധിച്ച ഒരു സ്റ്റേറ്റസ് റിപ്പോർട്ടാണ്. ഇത് കേരളത്തിന്റെ ഭാവി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രയോജനം ചെയ്യാൻ പോകുന്ന അടിസ്ഥാന ഡോക്യുമെന്റാണ്. കെട്ടിപ്പൊക്കിയ മിഥ്യകളൊന്നും ശരിയല്ല എന്ന് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതെല്ലാം വായിച്ചു നോക്കിയിട്ട് എല്ലാവരും മനസ്സിലാക്കിയാൽ മതി. കെട്ടിപ്പൊക്കിയ മിഥ്യകൾ ഒരിക്കലും ഒരു സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയും ഒരു പ്ലാനും തയ്യാറാക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാതെ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ കുഴിമാന്തുന്ന സംഭവങ്ങൾ ഇതെല്ലാം നമ്മൾ അറിയണ്ടേ? നമ്മൾ അറിയണമെങ്കിൽ വിദഗ്ധ ഉപദേശം വേണം. ആ വിദഗ്ധ ഉപദേശം ഈ സർക്കാർ ഇനിയുള്ള എല്ലാ കാര്യങ്ങളിലും നേടിക്കൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. ആ വിദഗ്ധരുടെ സേവനവും അവരുടെ ഉപദേശവും ഈ വൈറ്റ് പേപ്പർ തയ്യാറാക്കുന്നതിന് സഹായകരമായിട്ടുണ്ട്. അവരോട് നന്ദി പറയാൻ കൂടി ഞാൻ അവസരം ഉപയോഗിക്കുന്നു. ഇദ്ദേഹം ഉന്നയിച്ചതുപോലുള്ള ഒരുവിധ നമ്മുടെ ഏതെങ്കിലും ഒരു ചട്ടമോ ഒരു നടപടിക്രമോ ഒന്നും ലംഘിക്കാതെ എല്ലാ നടപടിക്രമങ്ങളും പൂർണ്ണമായി പാലിച്ചുകൊണ്ടാണ് ഇത് തയ്യാറാക്കിയത്. ഇത് ഭാവി കേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള ബേസിക് ഡോക്യുമെന്റായി മാറണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇന്ന് സഭയിൽ സർക്കാർ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ധവളപത്രം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഒരു വീണെടുത്തുനിന്ന് ഉരുളലാണ്. നമ്മുടെ സംസ്ഥാനം ഇതേവരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ധവളപത്രങ്ങളൊക്കെ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റായിരുന്നു. ഇതാണ് ശരിയായ ധവളപത്രം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർ, അത് വിചിത്രമായൊരു വാദമാണ്. സർ, നമ്മുടെ സംസ്ഥാനത്ത് അപ്പുറത്തായാലും ഇപ്പുറത്തായാലും മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ധവളപത്രം ഇറക്കിയിട്ടുണ്ട്. സർ, ഇവിടെ പ്രശ്നം ധനകാര്യ വകുപ്പിനെ ഇരുട്ടിൽ നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. ഇതിനു മുൻപുള്ള എല്ലാ ഗവൺമെൻറ്റുകളും, ഞങ്ങളതായാലും UDF-ൻ്റെതായാലും, ധനകാര്യ വകുപ്പാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. സർ, ഇവിടെ ധനകാര്യ വകുപ്പല്ല തയ്യാറാക്കിയത്. അതാണ് ഗൗരവമായ വിഷയം. അപ്പോൾ ധനകാര്യ വകുപ്പ് നേരത്തെ തയ്യാറാക്കിയ അത്തരം ഡോക്യുമെൻറ്റുകൾ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റാണെന്ന് മുഖ്യമന്ത്രി പറയുന്നത് വിചിത്രമായൊരു വാദഗതിയായിപ്പോയി. സർ, ഇതാണ് പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ്. അത്തരമൊരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് ഇവിടെ കൊണ്ടുവന്നത് തീർത്തും അനുചിതമായ നടപടിക്രമമാണ്. സർ, ഉപദേശം തേടുന്നവരെ പറ്റി ഞങ്ങൾക്കാർക്കും വ്യത്യസ്ത അഭിപ്രായമില്ല. വിദഗ്ധരുടെ ഉപദേശം പല കാര്യങ്ങളിലും തേടേണ്ടി വരും, ഗവൺമെൻറ് ഇനിയും തേടേണ്ടതായിട്ട് വരും. പക്ഷേ ധവളപത്രം തയ്യാറാക്കുന്നത് നമ്മുടെ ധനകാര്യ വകുപ്പായിരിക്കണമായിരുന്നു. അതിൻ്റെ വ്യതിയാനമാണ് വന്നിട്ടുള്ളത്. ഇതൊരു കൃത്യമായ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റാണ്. ഉള്ളടക്കം നോക്കി ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ നടത്തിയതാണ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. സാർ, ഒരു അങ്ങ് ഇതിന് എതിരായിട്ടൊരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ഏത് നടപടിക്രമമാണ്, ഏത് ആക്റ്റാണ്, ഏത് റൂൾസാണ്, ഏത് പ്രൊസീജിയറാണ് ലംഘിച്ചുകൊണ്ടാണ് ഇത് നടത്തിയതെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ജസ്റ്റ് പറയാമല്ലോ ഇതാണ് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്. അങ്ങ് ഇത് വായിച്ചു നോക്കിയിട്ട് പോലില്ലല്ലോ. വായിച്ചു പോലും നോക്കാതെ അങ്ങയുടെ കയ്യിൽ ഇപ്പോൾ കോപ്പി എത്തുന്നേ ഉള്ളൂ. അതിനു മുമ്പ് ഇതൊരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണെന്ന് അങ്ങ് എങ്ങനെയാണ് മുൻകൂട്ടി പറയുന്നത്? അത് മുൻവിധിയോടുകൂടി അങ്ങ് പറയാണ്, മുൻവിധിയോടുകൂടി. അതിൻ്റെ കവർ എത്തുന്നേ ഉള്ളൂ. അവിടെ ആ കവർ എത്തുന്നേ ഉള്ളൂ. എൻ്റെ കയ്യിൽ കിട്ടിയ ഞങ്ങൾ ക്യാബിനറ്റ് പരിശോധിച്ചുകൊണ്ട് എനിക്കറിയാം അങ്ങ് ഇത് കണ്ടിട്ട് പോലുമില്ല. കാണുന്നതിന് മുമ്പ് ഇതാണ് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞത് ഉചിതമായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സർ, ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതിനുള്ള മറുപടിയാണ്. അദ്ദേഹമാണ് പറഞ്ഞത് നേരത്തെയുള്ളതെല്ലാം പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആയിരുന്നു. അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ഇറ്റ്സ് ഓൺ റെക്കോർഡ്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ? ഇതിനു മുമ്പ് കൊണ്ടുവന്ന പല ധവളപത്രങ്ങളും അല്ലല്ല, നോക്കിക്കോ, ഇറ്റ്സ് ഓൺ റെക്കോർഡ്.
ധവളപത്രങ്ങളും പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആയിരുന്നു. ഇതല്ല എന്നാണ് പറയുന്നത്. നോക്കിക്കോ, നിങ്ങൾ പരിശോധിച്ചോ, നിങ്ങൾ പരിശോധിക്കുക. രണ്ടാമത്തെ കാര്യം, അല്ല നിങ്ങൾ ബഹളം ഉണ്ടാക്കിയല്ലേ, ഞങ്ങളിപ്പോ അദ്ദേഹം പറഞ്ഞതല്ലേ ഞാൻ മറുപടി പറയുന്നത്. നിങ്ങള് അതുകൊണ്ട് എന്താ കുഴപ്പം? നിങ്ങള് ഇതിനു മുൻപ് ഇങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിൽ അത് പാലിക്കേണ്ട ഏതെങ്കിലും നടപടിക്രമങ്ങൾ ലംഘിച്ചാൽ അത് പറയാം. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ നിങ്ങൾ പിന്തുടരുന്ന നയം തുടരാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളെ ജനങ്ങൾ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് അതിനല്ല. ആ നയങ്ങൾക്ക് മാറ്റമുണ്ടാകണം, ആ സമീപനങ്ങൾക്ക് മാറ്റമുണ്ടാകണം. അതിനാണ് നിങ്ങളെ പരാജയപ്പെടുത്തി ഞങ്ങളെ വിജയിപ്പിച്ച് ഞങ്ങളെ ഈ കസേരകളിൽ ഇരുത്തിയിരിക്കുന്നത്. ആ മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും. Different angles. Don't forget to subscribe and support this channel.